ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 80 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 80 1 മുതൽ 7 വരെ. ആട്ടിൻ കൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രയീമും ബെന്യാമീനും മനശ്ശെയും കാൺകെ നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും? നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഈ വേദഭാഗം പുനഃസ്ഥാപനത്തിന്റെ അഥവാ പുനരുദ്ധാരണത്തിന്റെ പ്രാർത്ഥന, പ്രെയർ ഓഫ് റെസ്റ്റോറേഷൻ എന്നറിയപ്പെടുന്നു. ദൈവജനതയായ ഇസ്രായേൽ യുദ്ധം അഭിമുഖീകരിച്ച സമയത്ത് എഴുതപ്പെട്ടതാണ് ഈ സങ്കീർത്തനം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആസാഫ് എന്ന സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇസ്രായേലിന്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രതിബന്ധങ്ങളുടെ നടുവിൽ ദൈവം നമ്മുടെ ശബ്ദം പലപ്പോഴും കേൾക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. എന്നാൽ കഷ്ടങ്ങളിൽ പതറാതെ ആസാഫിനെ പോലെ ദൈവമുഖത്തേക്ക് നോക്കുവാനായി നമുക്ക് സാധിക്കണം. ഈ സങ്കീർത്തനം കഷ്ടത അനുഭവിക്കുന്ന ഏവരുടെയും ഒരാശ്വാസമായി നിലകൊള്ളുന്നു. ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ മുൻകാലങ്ങളിൽ വിശ്വസ്തനായിരുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരം നമ്മെയും വിശ്വസ്തനായ ദൈവം അനുദിനം വഴി നടത്തുന്നു. 1 2 വാക്യങ്ങളിൽ ചില അപേക്ഷകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചെവിക്കൊള്ളണമേ, നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ എന്നിപ്രകാരം തന്നെ. പുനരുദ്ധാരണത്തിനായി നാം തയ്യാറാണോ? ഈ ചോദ്യം സഭയായി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ എന്ന് പറയുന്നതിലൂടെ ദൈവത്തിന്റെ രാജ്യത്തെ നോക്കി പാർക്കുന്ന ഒരു ജനതയെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. ആട്ടിടയനായി നമ്മോടൊപ്പം നടക്കുന്ന ഒരു ഇടയൻ നമുക്കുണ്ട്. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനായ ശക്തനും പ്രതാപിയുമായ ഒരു ദൈവം നമുക്കുള്ളപ്പോൾ യുദ്ധങ്ങളെയും കഠിന മനസ്സുള്ളവരായ ഭരണാധികാരികളെയും നമുക്ക് ഭയക്കേണ്ടതില്ല എന്ന് സങ്കീർത്തനക്കാരൻ നമുക്ക് ഉറപ്പു നൽകുന്നു. ദൈവകോപത്തിന്റെ ഫലമായി കണ്ണുനീരിന്റെ അപ്പം തിന്മാനും കണ്ണുനീർ കുടിക്കുവാനും ഇസ്രായേൽ ജനത്തിന് ഇടയായി. തെറ്റായ ജീവിത പ്രവൃത്തികളിലൂടെ ദൈവകോപത്തിന് നാം ഇടയാക്കുമ്പോൾ അതിന്റെ ഫലം കണ്ണുനീർ ആയിരിക്കും എന്നുള്ളതിന് തീരെയും സംശയമില്ല. ദൈവമുഖത്തേക്ക് നോക്കി അനുതപിച്ച് കുറ്റം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുമ്പോൾ മാത്രമേ യഥാസ്ഥാനപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. രക്ഷയുടെ അനുഭവവും സന്തോഷവും ഇപ്രകാരം മാത്രമേ നാം കൈവരിക്കുകയുള്ളൂ. അപ്രകാരം യഥാസ്ഥാനപ്പെടുത്തുവാൻ വാഞ്ചയുള്ളവരായി സമൂഹത്തിനും ദൈവരാജ്യത്തിനും മുതൽക്കൂട്ടാകുവാൻ നമുക്കേവർക്കും സാധിക്കണം. അപ്രകാരം ദൈവം നമ്മോട് കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ.